പി.വി. അൻവർ അതിരൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് CPM-നെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ കുഴപ്പം എന്നുള്ള നിലയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. കോൺഗ്രസ് ഈ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് വന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരുപാട്. അപ്പം എനിക്ക് മനസ്സിലായത് വെപ്രാളം കൊണ്ട് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങളോട്. 5 വർഷക്കാലമായിട്ട് മാഫിയ സംരക്ഷണത്തിലൂടെ കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് കരിപ്പൂർ കേന്ദ്രമാക്കി നടത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തടയാൻ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത്? ഏജൻസികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇന്റലിജൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, പോലീസിന്റെ സംവിധാനങ്ങൾ മുഴുവനുണ്ട്, കേന്ദ്ര ഏജൻസികളുണ്ട്, NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുണ്ട്. ഇതൊക്കെ അന്വേഷിക്കാവുന്ന ഏജൻസികൾ. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ പിണറായിയും 10 വർഷക്കാലമായി നരേന്ദ്രമോദിയും ഭരിക്കുകയല്ലേ. ഇവരിങ്ങനെ ലാഘവത്തോടുകൂടി പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അപ്പൊ ഇതിനകത്ത് ആത്മാർത്ഥത ഉണ്ടായിട്ട് പറയുന്നതല്ല. കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആക്ഷൻ അല്ലേ വേണ്ടത്? ഒരു മുഖ്യമന്ത്രി എന്ത് വേണ്ടത്? രോദനമല്ലല്ലോ വേണ്ടത്. ഒരു മുഖ്യമന്ത്രി എന്ന് വേണ്ടത് ആക്ഷൻ അല്ലേ? എന്ത് ആക്ഷൻ എടുത്തു ഇവർ 5 വർഷമായിട്ട്? അപ്പൊ ഇതൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി മറ്റ് കേന്ദ്രത്തിലെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഏറ്റവും ഒടുവിൽ കണ്ടുപോയതിനു ശേഷം വളരെ കൂടി മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരാമർശങ്ങൾക്കപ്പുറം ഇതിനകത്ത് ഒരു കാര്യവും ഉള്ളതായിട്ടില്ല എനിക്ക് തോന്നുന്നു. മാത്രമല്ല, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളാരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, മാഫിയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്. ആരാണ് എതിർക്കുക ഇത്തരം നടപടിയുമായി മുന്നോട്ട് പോയാൽ? ഇത് ഏതെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി മൊത്തം പ്രതികൂട്ടിൽ നിൽക്കുമ്പോൾ പറയേണ്ട കാര്യമാണോ ഇത്? എന്നിട്ട് വീണ്ടും ഒരു പ്രദേശത്തെ മുഴുവൻ അപമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ മുഴുവൻ തകർക്കാനും സാമൂഹ്യ അന്തരീക്ഷം തകർത്തെടുത്തുകൊണ്ട് വൈരാഗ്യവും ജനങ്ങളെ ഭിന്നിപ്പിക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവിടെ കുറെ നാളെ നടക്കുന്നുണ്ട്. ആ എരുതിയിലേക്ക് എണ്ണയൊഴിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അൻവർ പറഞ്ഞ ആരോപണങ്ങൾ കോൺഗ്രസ് പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലല്ലോ അത് ആഖ്യാനിക്കേണ്ടത്. ഞങ്ങൾ ആര് പറയുന്നുള്ളതല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞ വാചകം ചുറ്റിപ്പല ഞങ്ങൾ പറഞ്ഞ വളരെ ക്ലിയറാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ വാചകത്തിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. 5 വർഷമായി ഭരിക്കുന്നത് ആരാണ്? 5 അല്ല 8 വർഷമായിട്ട് അദ്ദേഹം ഭരിക്കുകയല്ലേ. ഇത്തരം കാര്യങ്ങളിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി എടുത്ത് കാണിച്ചു തരികയല്ലേ വേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് അയച്ച് ആ റിപ്പോർട്ട് നടപ്പിലേക്കൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് അദ്ദേഹത്തിന് വെപ്രാളം കൊണ്ട് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തുകൾ ദൂരവ്യാപമായി ഉണ്ടാവുന്നൊന്നും അദ്ദേഹം ചിന്തിക്കില്ല. സമൂഹത്തെ തമ്മിലടിപ്പിക്കാനും തെല്ലിപ്പിക്കാനുമായിട്ടില്ലേ? അല്ല, ഞാൻ ചോദിച്ചതിന് വേറെ മറുപടി ഞാൻ ക്ലിയറായിട്ട് ഞാൻ പാർട്ടിയുടെ ലൈനാണ് പറയുന്നത്. ആർക്കും മറുപടി പറയാനൊന്നും ആരും പറഞ്ഞ് ഏറ്റെടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വശം മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള എന്നോട് നിങ്ങൾ റിയാക്ഷൻ ചോദിച്ചപ്പോൾ ആ റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. മറ്റാരെങ്കിലും പറഞ്ഞ് ഏറ്റുപിടിക്കേണ്ട ജോലിയൊന്നും എനിക്കില്ല.